എങ്ങനെ 10 മാസം ഈ പ്രശ്നത്തിന്റെയോ? ഇല്ല മാം, ഇത് ഇന്നൊന്നും തുടങ്ങിയ പ്രശ്നമല്ല. ഒരു വീട്ടിലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ആ ഇതാണ് വീട്ടിൽ. ഞാൻ കുഞ്ഞുട്ടൻ അങ്ങനെ മാം. അങ്ങനെ ഇപ്പൊ എന്തായിരുന്നു നീട്ട് എവിടെയായിരുന്നു? കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നു മാം. അല്ല കുഴപ്പമില്ല, നിങ്ങള് അമ്മ റെസ്റ്റ് എടുക്കാതെ ഓക്കെ അമ്മ പോയി. ഇതേപോലെ തന്നെയാണ് അമ്മേനെ ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അമ്മേന്റെ സൗകര്യം അത് മാത്രമാണ്. അമ്മേനോട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അഥവാ ഇപ്പോൾ സിമ്പിളായിട്ട് പറയണം, മാം ഇപ്പോൾ അമ്മേനോട് പറയുന്നത് മക്കളല്ലേ, മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളൊക്കെ ഇത്ര ആയില്ലേ, ഇനിയെങ്കിലും നിങ്ങൾ മക്കൾക്കും കൂടി ഒന്ന് ചിന്തിച്ച് ഞാൻ നിങ്ങളൊന്ന് ജീവിക്കണം. എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്, ആയ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. മാമും അതേപോലെ പറയുകയാണെങ്കിൽ പോലും നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ മാം. ഞങ്ങൾക്ക് വേറെ ആൾക്കാർ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത് മാത്രല്ല എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഞാനെന്ന ഭാവമുണ്ടല്ലോ, എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, എന്നോട് ആരും ഒന്നും ചോദിക്കില്ല, ഞാൻ എന്ത് ചെയ്താലും, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. മാം ഇവിടെ വന്നതിന്റെ അവസ്ഥ എന്താണെന്ന് മാമിന് അറിയോ? ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 9 മാസമായി. എന്തുകൊണ്ട് പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ പോയില്ല? ഞങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചെന്ന് പറഞ്ഞു, പിറ്റേന്ന് പോയില്ല, ഒരു മാസം കഴിഞ്ഞ് പോയില്ല. ഈ 9 മാസം കഴിഞ്ഞ് ഇവിടെ വന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാം മാമിന്? ഇപ്പൊ നിൽക്കുന്ന വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് നമ്മളൊരു അപ്പോ ഈ ഒരു കാര്യം ഇതിന്റെ മുന്നേ, അതായത് ഞാൻ പറഞ്ഞു 2019 ഡിസംബറിൽ ഞാൻ ഇവരുടെ കടയിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഈ കട നിങ്ങൾ ദയവ് ചെയ്തിട്ട് 2 റൂമുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കട ഒന്നെങ്കിലും ഒരു മരുന്ന് കച്ചവടമാക്കി കൊണ്ടുനടക്കുന്നു, ഞാൻ പൈസ തരാം. ഈ 2 റൂമും കൂടി ഒന്നാക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റൂമിൽ കട്ടിൽ, കിടക്ക, TV, അലമാര, പിന്നെ തുണി മുഴുവൻ ആറിയായിട്ടിടുന്നു, അലക്കി ആറിയിടുന്നു. മാഡം ഞാൻ ചോദിച്ചോട്ടെ, അവരുടെ കുളിയും ചിലപ്പോൾ മുഴുവൻ അവിടെയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, ഇതൊരു സ്ഥാപനമാക്കി കൊണ്ടുവരുന്നൂടെ? അപ്പൊ എന്റെ അമ്മ എവിടെയാണെന്ന് ചോദിച്ചാൽ അമ്മേന്റെ അടുത്തൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ കാണുന്ന എന്താ, എല്ലാ ഡ്രസ്സുകളും അണ്ടർവെയർ അടക്കം ആറിയിട്ടതാ കാണാം. ഇത് ഓക്കെയാണ് മാം, അയാൾ കൂലിക്ക് ആളെയാക്കി, അത് നാളെ അയാൾക്ക് ആ കൂലിക്ക് ആളെ ആക്കിയ ചേച്ചിയുണ്ടല്ലോ, ഓരതിന് നാളെ അനുഭവിച്ചോളും. നിങ്ങൾ പേടിക്കണ്ട, അത് ഓരനുഭവിച്ചോളും. ഞങ്ങളിപ്പോ ഞങ്ങളുടെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഓളെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളല്ലേ ഇപ്പൊ ആ പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞത്. ഞാൻ അതിലേക്കൊന്നും ഞാൻ ഇടപെടാൻ ആളല്ല, അതൊക്കെ അവർ അനുഭവിച്ചോട്ടെ. ഞാൻ ആ ചേച്ചിയോട് മാന്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഞങ്ങളുടെ അനുഭവങ്ങളെ കുട്ടിക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ ചേച്ചിക്ക് വരുന്നില്ല, നിങ്ങളെ പോലെ ഒരാളായിരിക്കും, അതുകൊണ്ടായിരിക്കും, എന്തോ ആവട്ടെ. അമ്മയ്ക്ക് അല്ല, ഞങ്ങൾ പൈസ അറിയണം. നിങ്ങൾ എന്തിനാ പൈസ തരുന്നത്? നിങ്ങളോട് ഞങ്ങൾ ഏത് കാലത്ത് പൈസ മേടിക്കാൻ? എനിക്ക് 21 വയസ്സായപ്പോ എന്റെ വിദ്യാഭ്യാസ പ്രായം കഴിഞ്ഞ അന്ന് മുതൽ 1 ഉറുപ്പ്യ പോലും ഞങ്ങളോട് മേടിക്കാതെ ജീവിച്ചത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പൈസ തരുന്നതെന്ന് പറഞ്ഞത്? ഞങ്ങൾ 25,000 രൂപ ശമ്പളം മേടിക്കുന്ന ജോലി ഉണ്ടായിരുന്നു. 25,000 രൂപ ശമ്പളം മേടിക്കുന്ന ജോലി ഉണ്ടായിരുന്നു. 13,000 രൂപ എനിക്ക് മാസം ലോൺ ഉണ്ട്. ഇവ അവിടെ നിന്ന് 6 പവന്റെ മാല, അത് അത്രേ ഉണ്ടാവുള്ളൂ. ഇത് ഞങ്ങൾ പണിയെടുക്കാത്ത ആൾക്കാരാട്ടോ. ലോൺ അടച്ച പൈസയുടെ കണക്ക് പറയുന്നത് കേട്ടോ, 5 ലക്ഷം രൂപ 7 ലക്ഷം രൂപ സിമ്പിൾ ആയിട്ടാ പറയുന്നത്. ഇതൊക്കെ ഞങ്ങൾ പണിയെടുത്ത പൈസ അല്ലേ? കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഒഴിവാക്കണം അമ്മയ്ക്ക്, ഞങ്ങൾ ഒഴിവാക്കണം. അത് ഇവരെ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു അമ്മ പറയേണ്ട കാര്യമാണ്, കല്യാണം കഴിക്കാൻ സമയമായി, പെണ്ണ് നോക്കിക്കോളി, കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് പറയാൻ പറ്റുമോ? നിങ്ങൾ താമസം ഞങ്ങള് താമസം മുക്കം. അങ്ങനെ മുക്കം പോലീസ് സ്റ്റേഷനിലുള്ള ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ പ്രശ്നം കഴിഞ്ഞു, ഈ പറഞ്ഞു കട റെഡിയാക്കിക്കോളാന്ന് പറഞ്ഞു. അവിടെയാണ് കേട്ടോ പ്രശ്നത്തിന്റെ മെയിൻ ആയിട്ടുള്ള തുടക്കം. കട റെഡിയാക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും അല്ല, ഇതും തമ്മിൽ മാരേജ് അല്ല. കാരണം ഞങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റുന്നില്ല മാം.
പ്രിയേച്ചി മുക്കം തിരുവമ്പാടി വെച്ച് അവിടെ തന്നെ പറ്റി സുന്ദരമേടത്തിൽ വിളിച്ചാൽ മതി അല്ലേ? ശരി. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഓക്കെ റെഡി. അപ്പോൾ ഇത് മാരേജിന്റെ കാര്യമൊന്നും മാഡം പറഞ്ഞു വെറുതെ, കാരണം ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെ ഞങ്ങൾക്ക് പെണ്ണിട്ടാ മാഡം പറഞ്ഞോ? എങ്ങനെ പെണ്ണിട്ടാ മാഡത്തിന്റെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കെട്ടിച്ചു തരില്ല, ആരും തരില്ല. ആരാ മാഡം? ഞാൻ കൊടുക്കില്ല, കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കാൻ അങ്ങനെ നോക്കിയിട്ട് കൊടുക്കുന്നവരാണ് എന്റെ അമ്മ. ലോകത്ത് വേറെ അമ്മ എന്ന് പറയുന്ന ആ തലമുറയിൽപ്പെടുന്നതാണ് അമ്മ. അല്ല മാഡം, എന്താ സംഭവിച്ചിട്ടുണ്ടോ? ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ കെട്ടിത്തരേണ്ട ആവശ്യമില്ല. കാരണം ലോകത്ത് ഒരുപാട് നല്ല വീട്ടിലുള്ള നല്ല ഏക്കന്മാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആരും റിസ്ക് എടുത്ത് കെട്ടിത്തരുമല്ലോ. പിന്നെ അതുമല്ല, നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ പറയും എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടീനെ ഒരു വീട്ടിലേക്ക് ഇനിയിപ്പോ പ്രേമിച്ചിട്ടാണെങ്കിൽ എങ്ങനെ കല്യാണം കഴിച്ചയക്കുകയാണെങ്കിലും ചെറിയ കുറ്റങ്ങളും കാര്യങ്ങളാണ് ക്ഷമിക്കും. പക്ഷെ എന്റെ കുട്ടി ആ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഏതൊരു പാരന്റ്സിനും ഉണ്ടോ? മിനിമം അതെങ്കിലും. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, അല്ല അമ്മ ഓക്കെ അമ്മയുടെ പ്രശ്നം നിങ്ങളുടെ ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇത്രയും സഹിച്ചിട്ടും എന്റെ മുമ്പിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ആളല്ല, ഞാൻ കണ്ട ഒരുപാട് ഫാമിലീസിൽ ഒരാളാണ്. അപ്പം വലിയ എല്ലാ സ്റ്റേറ്റസും സാധനമൊക്കെ ഉണ്ടായിട്ടും ആ പ്രസന്റ് ലിവിങ്ങിൽ വളരെ മോശം കുട്ടികളായിട്ട് വളർന്നു വരുന്ന പയ്യന്മാരെ, അതായത് അച്ഛനും അമ്മയൊക്കെ നല്ല സ്റ്റേറ്റസിലുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്തൊക്കെയോ ആയി പോയി. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നല്ല മക്കളാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ട് ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാരെ ചിന്തിക്കും. പക്ഷെ എന്റെ അമ്മ അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറയുന്ന ആ ജനറേഷനിലെ ആൾക്കാർ, അതായത് നിങ്ങൾക്ക് കുട്ടികളെ തന്നെ നോക്കി അവരുടെ പാരന്റ്സ് ചിന്തിക്കും. അങ്ങനത്തെ ജനറേഷൻ ഞാൻ ഈ വീട്ടിലേക്ക് പോകുമ്പോ നമ്മൾ അറിയുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഉണ്ണിക്കുട്ട ഈ ഒരു വേറൊരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചതിന്റെ പുള്ളിക്കാരത്തിന്റെ ചെറുപ്പം മുതലുള്ള ഒരു കളിക്കൂട്ടുകാരുണ്ട്, ഏകദേശം ഇതേ ടൈപ്പ് തന്നെയാണ്, ഒരു ഉഷാറാണ് പുള്ളിക്കാരൻ. ഇവരുടെ ബാഡ് ക്യാരക്ടർ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ പുള്ളിക്കാരത്തെ ഞാൻ പോകുമ്പോ ഞാൻ ഒരു ഏട്ടനോട് കൈ കാണിച്ചു, നമ്മളെ പരിചയമാണ്, ഏട്ടനോട് കൈ കാണിച്ചു. ഞാൻ എന്നിട്ട് പോയി ഡ്യൂട്ടിക്ക് പോകുമ്പോഴല്ലേ അങ്ങനെ ആ ഏട്ടനോട് ആ സ്പോട്ടിൽ പുള്ളിക്കാരത്തി എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾ അമ്മേനെ തച്ച് ഞങ്ങൾ നോക്കുന്നില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അത് ആ സംഭവമാണ് എന്നോട് ചേച്ചി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഉണ്ണിക്കുട്ട, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതില് എടുത്ത വൈകിയ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് അമ്മേനോടും ചേച്ചിനോടും മക്കളൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങനെയൊക്കെയാണ്. അതില് ചേച്ചി പറഞ്ഞ പോലെ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ അച്ഛൻ എവിടെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല, അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. അതില് എടുത്ത വൈകിയ ഉഷാറാണിനോട് ഈ അമ്മ ചോദിച്ചെന്താണല്ലോ, ആ മക്കളെ തള്ളനെ അടിച്ചു പുറത്താക്കിയെന്നല്ല ഈ പറഞ്ഞ. അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു മക്കള് അമ്മനെ തച്ച് പുറത്താക്കും. കാരണം ഒന്നും ഞങ്ങളാണ് കള്ളുടിക്കൂല, കഞ്ച വലിക്കൂല, സിഗരറ്റ് വലിക്കൂല, ഒരു പരിപാടി ഇല്ലാത്ത മക്കളാണ്. നമ്മൾ അറിയുന്നവർക്ക് നമ്മളറിയാം. അങ്ങനത്തെ ഒരാള് ഒരു അമ്മേനെ അടിച്ചു പുറത്താക്കണമെങ്കിൽ വെറുതെ ആരെങ്കിലും അടിച്ചു പുറത്താക്കുന്നു ചോദിച്ചു, പുള്ളിക്കാരത്തി ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിച്ചു. നാട്ടിൽ മുഴുവൻ ഞങ്ങളെ മാക്സിമം അടിച്ചങ്ങ് താത്തി. പക്ഷെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർ ഓപ്പൺ ആയിട്ട് വീട്ടിൽ കയറുന്നതിനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ കുറച്ചുകൂടി പറയണ്ട മാഡം. ഒന്നും വേണ്ട, സ്വന്തം അമ്മയ്ക്ക് ആ കണ്ടീഷൻസ് മക്കൾ പറയാനുണ്ടായ കാരണം കൂടി മാഡം കേൾക്കുമ്പോൾ മാഡം പറയും എന്നാ ഇത് തെറ്റില്ല, മാഡത്തിന് തോന്നും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഒരു കാര്യം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കട്ടെ. അതായത് ജനുവരി 1 ആയപ്പോൾ ഡിസംബർ 31 ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കടയുടെ കാര്യത്തിൽ എന്തായി? 2019 കടയുടെ കാര്യത്തിൽ എന്തായി? കട പണി കഴിപ്പിച്ചോ? എന്നോട് പൈസ ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് തന്നെ കട പണി കഴിപ്പിച്ചോന്ന് ചോദിച്ചു. ഒന്നും മിണ്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തെന്ന് ചോദിച്ചു. എന്താ നിങ്ങൾ മിണ്ടാതെ നിങ്ങൾ പറയുന്നു പറഞ്ഞു. എന്നോട് തൽക്കാലം ഒന്നും ചെയ്യാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് മോശം വന്നു, ഞാൻ ദേഷ്യപ്പെട്ടു. അമ്മ തിരിച്ച് നല്ലോണം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സംസാരം പറയും. ഈ സംസാരം ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഈ പറയുന്ന മാതിരി അടി ഇടി പിടി ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. സംസാരം ഉണ്ടായി കഴിഞ്ഞിട്ട് മാഡം ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമോശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആയ കാലത്ത് ഞങ്ങള് മദ്യപിക്കാൻ ചെയ്തില്ല, സിഗരറ്റ് വലിച്ചില്ല. ഈ മദ്യപിക്കൊക്കെ ആണെങ്കിൽ അമ്മ ഒരിക്കലും ഇങ്ങനെ നടക്കൂലായിരുന്നു. നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം എടുത്തിട്ട് അലക്കിക്കാട് ഉറപ്പുള്ള കാര്യമാണ്. ഈ സംഭവം നമ്മുടെ ഈ ഒരു ഇതിൽ ഇല്ലാത്തതിനോട് ഒരുപാട് ചിന്തിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങളെ പോരായ്മകൾ ഞങ്ങൾ നല്ലോണം ചിന്തിച്ചു. എന്തിനോണ്ടാന്നല്ലേ
കാരണം കുറച്ചൊരു മദ്യപിക്കുന്ന ടീംസ് ഞങ്ങളാണെങ്കിൽ അമ്മ പുറത്തിറങ്ങില്ലായിരുന്നു. അത് ഞങ്ങൾക്കറിയാം. കാരണം ഇതിനേക്കാളും ആ. കളി കളിച്ച് നടക്കുന്നവരൊക്കെ സ്വന്തം മക്കളെ ഒതുക്കിയിട്ടുണ്ട്, സ്വന്തം ഭർത്താക്കന്മാരെ ഒതുക്കിയിട്ടുണ്ട്. ഇല്ലാത്തൊന്നുമല്ല. മാഡം ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പോരായ്മ പറ്റിപ്പോയതാണ്. ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് മാത്രമേ ഉള്ളൂ. മദ്യപിക്കേണ്ട മക്കളെ. ഇല്ല, ഞങ്ങൾ മദ്യപിക്കില്ല മാഡം. ഇല്ല. ജീവിതത്തിൽ ഒരിക്കലും, കാരണം വെച്ചാൽ ജീവിതത്തിന്റെ ഏറ്റവും താഴെക്കിടയിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ എല്ലാം അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി നാളെ ഒരു കുടുംബം ഉണ്ടായാൽ ആ കുടുംബം ഒരിക്കലും കണ്ണീര് കുടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഉണ്ടായാൽ, കാരണം വെച്ചാൽ അത്രയേറെ അനുഭവിച്ചിട്ടുണ്ട് മാഡം. അത്രയെന്ന് പറഞ്ഞാൽ അത്ര. ഇനിയിപ്പോ ഈ കേസ് ഞാൻ മാഡത്തിനോട് പറയാൻ നിൽക്കുകയാണ്, ഇതിപ്പോ ഒരു കോംപ്രമൈസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ മാഡത്തിനോട് ഞാൻ പറയാൻ വിചാരിച്ച കാര്യമുണ്ട്. മാഡം ഇത് കേസായിരിക്കും, ഞാൻ എവിടെ വരെ പോകും. കാരണം എന്നാന്നറിയും, സത്യം ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് എവിടെയും മാഡം ഞങ്ങൾ പോകും. കാരണം ചെറ്റത്തരം ഒരാള് ഒരു നല്ല സംസാരത്തിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് പരിഹരിക്കാൻ ഞാൻ പറഞ്ഞത് കൂട്ടൊന്നും വേണ്ട. അതെന്നാ അല്ല, എന്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത് ഇത് പരിഹരിക്കാനുള്ള. അങ്ങനെ ജനുവരിയിൽ ഞാൻ ചോദിച്ചപ്പം കട ഒന്നാക്കൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്ന കാര്യം എന്താണ്, അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, മാഡത്തിന് അവിടെ വെറും സംസാരം മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ മാഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് തന്നത് ഞാൻ ഉന്തി അടിച്ചു എന്ന് പറഞ്ഞു പ്രശ്നത്തിന് കംപ്ലൈന്റ് തന്നു. പക്ഷെ ഇത് അതിന് മുന്നേ നടന്ന കാര്യം. 2020 ജനുവരി മാസം ഫെബ്രുവരിയിൽ ഞങ്ങൾ ഫെബ്രുവരി ഫസ്റ്റിനാണെന്ന് തോന്നുന്നു, ഫസ്റ്റിനും സെക്കൻഡിനും ആയിട്ട് എന്റെ ഫോണിലുണ്ട് ഒരു രജിസ്ട്രേഡ് വന്നു. അപ്പോൾ പോസ്റ്റ്മാൻ മാമനെ താഴെ കണ്ടപ്പോൾ മാമനോട് ചോദിച്ചു. അപ്പോൾ മാമൻ എന്നോട് പറഞ്ഞു, എടാ എനിക്കൊരു രജിസ്ട്രേഡ് ഉണ്ട്, ഈ എന്താ വണ്ടിന്റെ ആക്സിഡന്റ് ആയിരുന്നു ചോദിച്ചു. കോടതിന്നാന്ന് പറഞ്ഞു. സെമൻസ് രജിസ്ട്രേഡ് അല്ല, സെമൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ മാമ, എന്തായാലും പോസ്റ്റ്മാൻ ഒരു സെമൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോ എന്താ, അനിയുടെ പേരിലുണ്ട്, എന്റെ പേരിലുണ്ട്. അമ്മയെ വീട്ടിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. ഈ സംസാരം നടന്നിട്ടുള്ളൂ. കടയാക്കണമെന്ന് പറഞ്ഞ സംസാരത്തിനാണ് ഈ കേസ് കൊടുത്തത്. അങ്ങനെ ഈ കേസ് ഒരു നേരിട്ട് കോടതിയിൽ നിന്ന് സെമൻസ് അയപ്പിച്ചതാണ്. കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ പോയില്ല. മുക്കം പോലീസ് സ്റ്റേഷനിൽ അമ്മ പോയില്ല. കാരണം മുക്കം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ നാട്ടിലുള്ള പോലീസുകാരുണ്ട്, ജയമോൾ സാറുണ്ട്, പിന്നെ രജനി മാഡം ഉണ്ട്. അതുകൊണ്ട് മുക്കം സ്റ്റേഷനിൽ അമ്മ പോകില്ല. അമ്മയ്ക്ക് മുക്കം സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല. പഴയ കേസൊക്കെ കുത്തി പോകും. അതൊന്നും പോകാൻ പറ്റില്ല. അല്ല, കോടതിയിൽ പറഞ്ഞുതരാം. കോടതി നേരിട്ട് കേസ് കൊടുത്തു. അപ്പോഴാണ് രജനി അതിന്റെ കൂട്ടുകാരന്റെ അമ്മയാണ്, ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ആളാണ്. ഈ അമ്മ ഈ കാര്യം അറിഞ്ഞു. അമ്മ താമരശ്ശേരി സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ അമ്മ ഈ കാര്യം അറിഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, മോനെ നമുക്ക് അമ്മേനോട് ഒന്ന് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. കാരണം വീട്ടില് അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്റെ അമ്മ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. എന്നോട് പോലും ചോദിക്കാതെ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. അവസാനം അത് നഷ്ടത്തിന്റെ മുകളിൽ വിൽക്കേണ്ടി വന്നപ്പോൾ ഞാൻ വിറ്റ് കൊടുക്കേണ്ടി വന്നു. അതായത് വീട്ടിലൊരു കാര്യം ചെയ്യുവാണെങ്കിൽ ഒരാളൊരു അഭിപ്രായം വേണ്ട, ഒറ്റയ്ക്ക് എന്തും ഒറ്റയ്ക്കാണ്. ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ പോവാണെങ്കിൽ, അമ്മ ഞാൻ പോയരട്ടോ, അമ്മ ഉണ്ടെങ്കിൽ ഞാൻ പോയരട്ടോ, അല്ലെ ഞാൻ ഒന്ന് അകസിമി പോകട്ടോ, ഇത് പറഞ്ഞ് ഇപ്പൊ ഇവനാണെങ്കിൽ പോലും, ഇപ്പൊ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല വീട്ടില്, ഞാൻ അവനോട് പറയും ഇട്ടാ ഞാൻ പോരട്ടോ എന്ന് പറഞ്ഞു പോകും. അല്ലെ ഓനാണ് എന്നോട് ഇട്ടാ ഞാൻ പോവാട്ടോ, അത് പറഞ്ഞിട്ട് ഒരു പോരെന്ന് ഇറങ്ങുള്ളൂ. ഇത് പോയാൽ പോയി വന്നു ഒരാളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, മക്കളായിട്ടും ഇല്ല, വേറെ ആരായിട്ടുമില്ല, ഒന്നുമില്ല. ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞ ഈ മാഡത്തിനോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും കരഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഇതേപോലെ കുറ്റി പോലെ നിന്നതാ, മാഡത്തിന് അറിയും. ഇതേപോലെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിന്ന് കേൾക്കും, എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ പിറ്റേന്ന് മുതൽ എന്താണോ ഇത്രയും ദിവസം ചെയ്തത് അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. എന്നിട്ട് ഈ രജനി മാഡം വിളിച്ചു, അതായത് അവരുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പോയി, ഉണ്ണിക്കുട്ടൻ പോയി, അമ്മ പോയി, എൻ്റെ മാമനും പോയി. എന്നോട് ചോദിച്ചു, ഞാൻ മാഡത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് അത്ര ഞാൻ പറഞ്ഞില്ല, കാരണം അന്ന് ഇത്രയും പ്രശ്നം നടന്നിട്ടില്ല. അന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, കട കൊണ്ടു നടക്കുന്നത്. അപ്പോൾ രജനി മാഡം അന്വേഷിച്ചപ്പോൾ കടയത്തെ കാര്യങ്ങൾ മുക്ക സ്റ്റേഷനിൽ എല്ലാവർക്കും അറിയാം എന്താ സംഭവം എന്നുള്ളത്. കാരണം ഓൾറെഡി മുക്ക സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഈ കട. അത് സ്റ്റേഷനോട് ഒരു 100 മീറ്റർ അടുത്താണ്. പേര് ക്രിസ്ത്യൻ ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് മോള് കാണൂല. പെട്ടെന്ന് അങ്ങനെ ആരെയും കണ്ണിലൊന്നും പിടിക്കുന്ന രീതിയിലുള്ള. ഞാൻ ഒരു സംശയം പറയാം, ഒരു ആയുർവേദിക് കട മാഡം കണ്ടിട്ടുള്ള ആയുർവേദിക് കട എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ പറയട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു ഷട്ടർ റൂം ആയിരിക്കും, അല്ലെങ്കിൽ താഴത്തെ ഫ്ലോറിലായിരിക്കും, ഓപ്പൺ ചെയ്തിട്ടായിരിക്കും. ഇതെങ്ങനെയാന്ന് പറയും മാഡത്തിന്, ഇത് ഒരു കോണി കയറി പോകണം, അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗ്രില്ലാണ്. ഈ ഗ്രില്ല് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയറി കഴിഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ വാതിലാണ്. ഈ ഇരുമ്പിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ റൂമാണ്. അത് ഈ ഇന്ത്യക്കാരൊക്കെ വാടകയ്ക്ക് താമസിക്കല്ലേ, അതേപോലെ 2 ലൈൻ റൂം. ഒരു റൂമിൽ ഇവരുടെ അതായത് ഒരു മേശയും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഇട്ട് മരുന്ന് കച്ചവടം പറയുന്നത് കുറച്ച് കാലിക്കുപ്പി മാത്രമേ ഉള്ളൂ. ഒരു തേങ്ങയില്ല, വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. കാലിക്കുപ്പി മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ റൂമിൽ കിടക്ക, കട്ടില്,
മറ്റേ ഗ്യാസ്, അടുപ്പ്, TV സെറ്റപ്പുകൾ ഇതൊക്കെയാണ്. ഇതാണ് ഇവരുടെ ആയുർവേദിക് കട. അപ്പോൾ ഹൈദർക്ക് ഫാമിലി മക്കളും ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ, അന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ ചെറുപ്പത്തില്, അന്ന് ഈ വൈദ്യയുടെ മകൻ വൈദ്യരെയും സതീനെയും കൂടി കൊല്ലാൻ വേണ്ടി കത്തിയെടുത്ത് നമുക്ക് ഇവര് പേടിച്ച് കയറി ഒളിച്ചതാ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, കാവ്യം കൊണ്ടെടുത്തിട്ട് ഒരു ഏട്ടൻ അന്ന് തല്ലിട്ടി സതിക്ക് കിട്ടിയെന്ന്. ഞങ്ങൾ ചെറുതാ, ഞാൻ പറഞ്ഞില്ല 5ാം ക്ലാസ്സിലെത്തിയപ്പോ ഞങ്ങളെ പിടിച്ചു വെച്ച് കൊണ്ടുപോയില്ലേ, എന്നിട്ട് കടയിൽ കൊണ്ടുപോയി നിർത്തിന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അറിയില്ല, നമുക്ക് അവരെ കുറിച്ച് വലിയ അഡ്രസ് ഒന്നുമില്ല. അവര് കാരന്തൂരാണ്, നമുക്ക് വലിയ അഡ്രസ് ഒന്നുമില്ല. പക്ഷെ അന്ന് അയാളുടെ മകൻ കത്തി എടുത്തിട്ടാണ് വന്നത്. അറിയോ, കണ്ടതാ, കണ്ണോട് കാണുന്ന. അല്ലെങ്കിൽ അമ്മ പറയട്ടെ അല്ലാന്ന് പറയില്ല, കാരണം ഞാൻ പറയുന്നതൊക്കെ ഉള്ളതാണ്, എനിക്കില്ലാത്ത പറയേണ്ട ആവശ്യമില്ല. മാം എല്ലാം ഉള്ളതാണ്. ഈ നിമിഷം പറഞ്ഞാൽ ഒരു കള്ളത്തരം പോലും പറയേണ്ട ആവശ്യം നമുക്കില്ല, ഒക്കെ നടന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അങ്ങനെ ഈ രജനി മാഡം കടനെ കുറിച്ച് അപ്പൊ സംഭവം മനസ്സിലായി. അമ്മേനെ പേഴ്സണലി വിളിച്ച് അമ്മേനോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടാളെയും കൂടി ഇരുത്തി സംസാരിപ്പിച്ചു. എന്നിട്ട് രജനി മാഡം പറഞ്ഞു, അമ്മ ഇനി കടയിൽ പോകുന്നില്ല. അമ്മ എടുത്ത തീരുമാനം കേട്ടോ, അമ്മ ഇനി കടയിൽ പോകുന്നില്ല. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഗൾഫിലായിരുന്നു, ഒരു ഡോക്ടറുടെ ഒപ്റ്റിക്കൽസിലായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് ഒരു കുഞ്ഞുണ്ട്, ഉണ്ണിക്കുട്ടനെ എഴുതാൻ കൊണ്ടിടക്കൊക്കെ. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മേനോട് പറഞ്ഞു, ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറയുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, രജനി മാഡത്തിന്റെ അടുത്ത് പോരാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ കള്ളത്തരായിരുന്നു എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായത്. അമ്മ പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോവാണ്, അവിടെ ഉണ്ണിക്കുട്ടന്റെ ഡോക്ടറെ കുട്ടീനെ നോക്കാനുണ്ട്, ഞാൻ പോവാണ്, ഞാൻ ഈ കടയിൽ പോകുന്നില്ല, ഞാൻ അവിടെ പോവാണ്. അല്ലെങ്കിൽ അമ്മ ഒരു നിബന്ധന വെച്ചു, ഡെയിലി അമ്മയ്ക്ക് 800 രൂപ ഞങ്ങൾ കൊടുക്കണം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ, ഡെയിലി 800 രൂപ. ഞാൻ പറഞ്ഞു, മാം അല്ല അമ്മേന്നാ ഞാൻ വിളിക്കല് കേട്ടോ, ഞാൻ ഇപ്പോൾ അങ്ങനെ പോലീസുകാരുടെ ആയതുകൊണ്ട് മാം അഭിസംബോധന ചെയ്താൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഡെയിലി 800 രൂപ കൊടുക്കാൻ പറ്റില്ല, അമ്മയുടെ മരുന്ന്, വീട്ടിലെ ചെലവ്, അമ്മയുടെ സകല കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുത്തോളാം. ഡെയിലി കൂലിക്ക് കൊടുത്ത് നിൽക്കാൻ വേണ്ടിയായിട്ട് അമ്മ ജോലിക്കാരിയൊന്നും അല്ലല്ലോ, അമ്മയല്ലേ. ഡെയിലി 800 രൂപ കൊടുത്തിട്ട് കൂലിക്ക് നിർത്തേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക് അമ്മേനെ വീട്ടിൽ. അങ്ങനെയാണ് അമ്മ രണ്ടാമത്തെ സൊല്യൂഷൻ എടുത്ത്, ഏത് ഗൾഫിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ അത് പഞ്ചായത്തായി, അമ്മ ഇനി ജോലിക്ക് പോകില്ല, ഗൾഫിൽ പോകാന്ന്. അങ്ങനെ അവിടെ പഞ്ചായത്തായി പോകുന്നു. പിറ്റേന്ന് രാവിലെ എന്താ സംഭവിക്കുന്നത്, അമ്മ രാവിലെ എണീക്കുന്നു, അമ്മേന്റെ വഴിക്ക് പോയി. ഞാൻ രജനി മാമിനെ വിളിച്ചു, അതായത് എബിന്റെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ അതിനെ ശരിയാക്കിയാൽ ശരിയാവില്ല, നിങ്ങൾ ഇങ്ങനെ മൈൻഡ് ചെയ്യണ്ട, എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളെ ജീവിതം ജീവിച്ചോളി, അതിന്റെ പിറകെ നടന്നിട്ട് മലന്ന് കിടന്ന് തുപ്പിയാലും അത് നമ്മുടെ മേത്തേക്ക് തന്നെ വീഴുക, അതുകൊണ്ട് നിങ്ങൾ അതിന് മെനക്കെടണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങൾ മിണ്ടിയില്ല, പോട്ടെ, പോണോടത്തോളം പോട്ടെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തമ്മിൽ സംസാരമൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനുശേഷമാണ് ഇവിടെ കംപ്ലൈന്റ് വന്നത്. കാരണം ഇപ്പൊ വീട്ടിൽ കയറിയിട്ട് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല മാം, ഞങ്ങൾക്ക് റേഷൻ ഇല്ല. റേഷൻ കൈ കൊണ്ടിടക്കുന്നു, മറ്റുള്ളവർക്ക് വാങ്ങിയിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്നു, ഇതൊക്കെയാണ് പരിപാടി. പിന്നെ എന്ന് കൊണ്ടുവന്നു ഞങ്ങളുടെ റേഷൻ കാർഡ് ഞങ്ങളുടെ വീട്ടിലാണ് വേണ്ടത്, അത് നിങ്ങൾ നടത്തിട്ട് കൊണ്ടിടക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു DWSW എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ സംഭവം ഉണ്ട് മാം, അതായത് ഈ ജോലി ഇല്ലാത്ത ആൾക്കാരുടെ എന്തോ അങ്ങനെ എടുക്കാൻ വേണ്ടിയായിട്ട് 2 ചേച്ചിമാർ വന്നു. അവർ റേഷൻ കാർഡ് ചോദിച്ചു, അമ്മേന്റെ നമ്പർ ചോദിച്ചു. ഞാൻ അമ്മേനെ വിളിച്ചു ചോദിക്കുക, അമ്മ ഇവിടെ ഇല്ല, ഞാൻ റേഷൻ കാർഡ് നമ്പർ. അമ്മ റേഷൻ കാർഡ് നമ്പർ പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞാൽ എന്നാ അറിയാം, ഞാൻ നാളെ പറഞ്ഞു കേട്ടോ ചോദിച്ചു. റേഷൻ കാർഡ് നടത്തിട്ട് കൊണ്ടിരിക്കുക, അമ്മ എന്താ റേഷൻ കാർഡ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റേഷൻ കാർഡിന്റെ പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തില്ല, അല്ലാതെ വേറെ ഇങ്ങോട്ടേക്കല്ല കൊണ്ടത്. മാസം റേഷൻ കാർഡ് സാധനം കിട്ടും. ഗ്യാസ് ഞങ്ങൾ വാങ്ങുന്നു, ഞങ്ങൾക്ക് ഗ്യാസ് വാങ്ങാൻ പറ്റില്ല. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നടന്നതാ മാം. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾ പ്രൈവറ്റ് ഗ്യാസ് മേടിക്കുന്നു. ഒരു കാര്യമില്ല, അത് അവനവൻ തീരുമാനിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നിങ്ങൾ ചെയ്ത ചെറ്റത്തരത്തിന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചെയ്ത ചെറ്റത്തരത്തിന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യ. മതി മാം, എവിടെ വരെ പോട്ടെ അവിടെ വരെ പോയാൽ മതി, കോംപ്രമൈസ് ഇല്ല ഇതിൽ. കാരണം ഞങ്ങൾ ഓക്കെയാണ് മാം, ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ജീവനിൽ ഭീഷണിയുണ്ട്.
നിർബന്ധമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരെയാണ് ഓട്ടോ അടക്കം ഗുണ്ടകളടക്കം വിളിച്ചു വന്നിട്ടുണ്ടാവും. എത്ര ആൾക്കാർ ഞങ്ങളെ ഫോൺ വിളിച്ച് ഞാൻ ഞെട്ടിച്ചിട്ടുണ്ട്, വെട്ടിക്കാളെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി, എനിക്ക് പോയി ഒക്കെ എന്റെ മക്കളും കുട്ടികളും വേണ്ടെങ്കിൽ പോയി, ഞങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനില്ല പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ മാം ചിന്തിക്കാനുള്ളത്? ഇനി ഞങ്ങളുടെ ജീവിതം നശിച്ചു, ഇനി ഞങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനില്ല. പക്ഷെ എന്താണെന്ന് അറിയാം, ചെയ്യാത്ത തെറ്റിന്റെ മുകളിൽ അനുഭവിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ മാമിനോട് പറഞ്ഞത് കോടതി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ കാരണം വാശി ഉണ്ടല്ലോ ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുന്നുണ്ടോ, അതിനൊരു പരിധിയുണ്ട്. വാശിക്ക് പോട്ടെ, നിന്റെ അമ്മേന്റെ വാശി കഴിക്കട്ടെ, നടക്കട്ടെ, മുന്നോട്ട് പോട്ടെ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്റെ അമ്മേന്റെ വീട്, അമ്മയ്ക്ക് വരാം, കിടക്കാം, ഒക്കെ ശരിയാണ്. അവിടെ ഞങ്ങളെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുമാണ്, ഞാനെന്ന് പറഞ്ഞിട്ടില്ല. ആ ഞങ്ങളിൽ ഒരാളാവുന്നത് താല്പര്യമുണ്ടോ? ഞങ്ങളിൽ ഒരാളാവുന്നത് താല്പര്യമുണ്ടോ? എന്നാ ഒരുമിച്ച് ഒരേപോലെ ചിന്തിച്ച് ഒരേപോലെ ജീവിക്കും. ശരി കേട്ടോ മാം. ഈ ഷോപ്പ് എന്ന് പറയുന്നത് എന്നാ പറയാം മാമിന്? ഷോപ്പിലേക്ക് അന്വേഷണം വരട്ടെ. ഇവര് മന്ത്രവാദം ചെയ്ത് മാം എന്ത് വഴിയാണ് ഞങ്ങളോട് ഈ രജനി മാഡം പറഞ്ഞു, മക്കളെ നിങ്ങൾ എങ്ങനെ ജീവിതം കഴിയാണ്ട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. ഈ ഷോപ്പ് അടപ്പിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഇവർ പണ്ട് എറണാകുളത്ത് പോയാണ്ട് ഒരു പെൺകുട്ടിനെ മന്ത്രവാദം ചെയ്ത് കൊന്നുണ്ട്. അതിന്റെ തെളിവുണ്ട് എന്റെ കയ്യിൽ. അത് കുടുങ്ങും. അതുകൊണ്ട് മാത്രമാണ് നമ്മളതിനെ മനസ്സിലാക്കിയത്. മാമിനറിയോ ഒരു സുനൈന എന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപിലുള്ള ഒരു കുട്ടീനെ അവിടെ ഹോട്ടലിട്ട് കൊന്ന ടീംസാണ് ഈ ഭാസ്കരൻ വൈദ്യരും എൻ്റെ അമ്മ സജീവം. ഇവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുണ്ട്. ആ കുട്ടിയുടെ ഫോട്ടോ വരെ എനിക്കറിയാം. ഇല്ല, ആ കുട്ടിയുടെ വീട്ടുകാർക്കും കൂടി അതിൽ പങ്കുണ്ടായിരുന്നു. കാരണം അവർ ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു ആഘോഷം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലക്ഷദ്വീപുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഒരുപാട് അന്ധവിശ്വാസമാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷമുള്ള മെഡിക്കലും കാര്യങ്ങളും. അങ്ങനെ ഇവർ അന്ധവിശ്വാസത്തിന് ഇവരായിട്ട് ബന്ധപ്പെട്ടാണ്ട് ഇവരവിടെ പോയി മന്ത്രവാദം ചെയ്തു. ഈ കുട്ടി മന്ത്രവാദം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ തൂങ്ങി മരിച്ചു. ഈ വീട്ടുകാർ പെടും, ഈ കുട്ടിയുടെ പാരൻസ് പെടും, ഇവരും പെടും. ഇവരെ നൈസിൽ അവർ അവിടെ നിന്നോട്ടേക്ക് പറഞ്ഞിരിച്ചു. പിന്നെ ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ മേഡം ഇത് ഷോപ്പല്ല, മേഡത്തിന് കാണിച്ചു തരാം. കാണിച്ചു